നിങ്ങൾ എഴുതി വെച്ചോ, ബംഗാളിൽ 33 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് CPM തകർന്നതെങ്കിൽ ഇവിടുത്തെ ഈ 10 വർഷത്തെ ഭരണത്തിന് ശേഷം CPM തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? ആകെ ഒരു MP രാഘവനോ ഒരു ഗൗരിയമ്മയോ പണ്ടൊരു ഒറ്റപ്പെട്ട പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ CPMലുണ്ടായിരിക്കുന്ന ഒരു ജില്ലയിലല്ല, വ്യാപകമായി ആലപ്പുഴയിലും പാലക്കാടും കണ്ണൂരും കാസർഗോഡും വ്യാപകമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ CPMലെ മുതിർന്ന നേതാക്കൾ നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ പോരാട്ടം പത്രസമ്മേളനങ്ങളിൽ ഞങ്ങൾ പറയുന്നതിനേക്കാൾ രൂക്ഷമായിട്ടാണ് അവർ മുഖ്യമന്ത്രിയെയും അവർ CPM നേതൃത്വത്തെയും വിമർശിക്കുന്നത്. സ്വജനപക്ഷപാതവും തോന്നിയവാസവും അഴിമതിയും ആണ് ഈ 10 കൊല്ലം CPMൽ നടന്നത് എന്ന് അവർ അടച്ചാക്ഷേപിക്കുകയാണ്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കും. ഈ ഗവൺമെന്റിനെ ഞങ്ങൾ ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യും, ഉറപ്പായും. UDF കൊണ്ടുവന്ന വിസ്മയങ്ങളൊക്കെ നിയമസഭയിൽ ഉണ്ടാവും. അല്ല, അത് നമുക്ക് നോക്കാമല്ലോ, തെരഞ്ഞെടുപ്പല്ലേ, തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. നിങ്ങൾ വിസ്മയങ്ങൾ എന്ന് പറഞ്ഞപ്പോഴും പരിഹസിക്കാൻ ശ്രമിച്ചല്ലോ. ഇപ്പൊ 1/2 ഡസനിൽ കൂടുതലായില്ലേ വിസ്മയങ്ങൾ? ഇനി വേണോ? അല്ല, ഇനി വേണോ? ഇനി വിസ്മയങ്ങൾ വേണോ? ഇനി വേണോ? നിങ്ങൾ ഇനി വിസ്മയം ഉണ്ടാവുമെന്ന് ചോദിക്കണല്ലോ ഇപ്പോ. അല്ല, നേരത്തെ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഒരു 4 ദിവസം മുമ്പ് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാവും, ഇനിയും ഉണ്ടാവുന്നു. ഇനി വേണോ? തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ വേണോ? അല്ല, തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ വേണം. ഇതൊക്കെ നോക്കിക്കോ, നിങ്ങൾ വേണമെങ്കിൽ കാണിച്ചു തരാം. വേണമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റണ്ടേ? ഞങ്ങളുടെ ഇതിന്റെ അകത്തുള്ളവർക്കൊക്കെ കൂടി സീറ്റ് കൊടുക്കണ്ടേ? മനസ്സിലായി? എപ്പോ വേണമെങ്കിലും ഇനിയും കലാപത്തിന് തിരികൊളുത്തപ്പെടാം CPMൽ. അത്ര നിങ്ങൾ വിചാരിച്ചാൽ മതി. ഞങ്ങൾക്കിത് ഇപ്പൊ നടന്ന സംഭവങ്ങൾ ഞങ്ങളോട് പറയാണ്. ഞങ്ങൾക്ക് 1 വർഷം മുമ്പ് അറിയാം. ഞങ്ങൾ 1 വർഷം മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ്. ഉത്തമ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷ സഹയാത്രികരും വോട്ട് ചെയ്യാൻ പോകുന്നത് UDFനാണെന്ന് പറഞ്ഞു തുടങ്ങിയല്ലേ? അപ്പേക്ക് ഇത് എന്താണ് ഈ പറയുന്നതെന്നൊക്കെയാണ് മനസ്സിലൊക്കെ വിചാരിച്ച ആളാണ് നിങ്ങളെല്ലാം. ഇപ്പൊ ക്ലിയർ ആയല്ല. ഇനിയും നിങ്ങൾ നോക്കിക്കോ, തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇതിന്റെ തുടർച്ച കേരളത്തിലുണ്ടാവും. അല്ല, അതാ ഒരു നടപടിക്രമമുണ്ട്. ഒരു പാർട്ടിയല്ലേ, അത് വരുമ്പോ നിങ്ങൾ നോക്കിക്കോ.